കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നാണ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കോടമഞ്ഞും വെള്ളച്ചാട്ടങ്ങളും ചേർന്ന് ഒരു സ്വപ്നലോകം പോലെയാണ് മൂന്നാർ. തെക്കിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവിടം സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. മൂന്നാറിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങൾ: 1. ഇരവികുളം ദേശീയോദ്യാനം, എരവിക്കുളം നാഷണൽ പാർക്ക്. മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണിത്. വംശനാശഭീഷണി നേരിടുന്ന വരയാടുകളുടെ നിൽഗിരി തഹർ സംരക്ഷിത ആവാസകേന്ദ്രമാണിത്. 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദേശീയോദ്യാനം അതിമനോഹരമായ പുൽമേടുകളും ഷോലക്കാടുകളും നിറഞ്ഞതാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ ഈ പ്രദേശം നീലനിറത്തിൽ നിറയും. ഇത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. 2018-ലായിരുന്നു അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്. അടുത്തത് 2030-ൽ പൂക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി 2695 മീറ്റർ സ്ഥിതി ചെയ്യുന്നത്. ട്രെക്കിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് അനുയോജ്യമായ സ്ഥലമാണിത്. മൃഗങ്ങളുടെ പ്രജനനകാലമായതിനാൽ ജനുവരി-ഫെബ്രുവരി മാസങ്ങളിൽ ഉദ്യാനത്തിലേക്ക് പ്രവേശനം അനുവദിക്കാറില്ല. 2. മാട്ടുപ്പെട്ടി അണക്കെട്ടും ഡാം, മറ്റുപ്പെട്ടി ഡാം ആൻഡ് ലേക്ക്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മാട്ടുപ്പെട്ടി പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ്. മാട്ടുപ്പെട്ടി ഡാമിന്റെ തെളിഞ്ഞ വെള്ളത്തിൽ ബോട്ടിംഗ് ആസ്വദിക്കാം. ചുറ്റുമുള്ള മലനിരകളും യൂക്കാലിപ്റ്റസ് മരങ്ങളും മനോഹരമായ കാഴ്ച നൽകുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരിടം കൂടിയാണിത്. ഇവിടെയുള്ള ഇൻഡോ സ്വിസ് ലൈവ് സ്റ്റോക്ക് പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള കന്നുകാലി ഫാമും ഒരു കൗതുകകരമായ കാഴ്ചയാണ്. 3. ടോപ്പ് സ്റ്റേഷൻ. മൂന്നാറിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ടോപ്പ് സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്ന് 1700 മീറ്റർ ഉയരത്തിലാണ്. ഇവിടെ നിന്ന് പശ്ചിമഘട്ടത്തിന്റെയും തേനി താഴ്വരയുടെയും അതിമനോഹരമായ പനോരമിക് കാഴ്ചകൾ ആസ്വദിക്കാം. മേഘങ്ങൾ തൊട്ടടുത്ത് പറക്കുന്ന പ്രതീതി നൽകുന്ന ഈ സ്ഥലം സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ ഏറ്റവും അനുയോജ്യമാണ്. 4. എക്കോ പോയിന്റ്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെ മാട്ടുപ്പെട്ടി ഡാമിന് സമീപത്താണ് എക്കോ പോയിന്റ്. ഇവിടെ നിന്ന് നമ്മുടെ ശബ്ദം പ്രതിധ്വനിക്കുന്നത് കേൾക്കാം. തടാകവും ചുറ്റുമുള്ള കുന്നുകളും ചേർന്ന് മനോഹരമായ ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണിത്. 5. കുണ്ടള തടാകം, കുണ്ടല ലേക്ക്. എക്കോ പോയിന്റിനും മാട്ടുപ്പെട്ടിക്കും സമീപത്താണ് കുണ്ടള തടാകം. ഈ തടാകത്തിൽ ശിഖരങ്ങളും കശ്മീരി ശൈലിയിലുള്ള വഞ്ചികൾ, പെഡൽ ബോട്ടുകളും ഉപയോഗിച്ച് ബോട്ടിംഗ് നടത്താം. ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളും ചെറി പൂക്കുന്ന മരങ്ങളും ഒരു മനോഹരമായ കാഴ്ച നൽകുന്നു. 6. തേയിലത്തോട്ടങ്ങൾ, ടീ പ്ലാന്റേഷൻസ്. മൂന്നാറിന്റെ പ്രധാന ആകർഷണം കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ തോട്ടങ്ങളിലൂടെയുള്ള യാത്ര തന്നെ ഒരു മനോഹരമായ അനുഭവമാണ്. തേയില നുള്ളുന്ന തൊഴിലാളികളെയും തേയിലയുടെ ഉൽപ്പാദനത്തെക്കുറിച്ചും അടുത്തറിയാൻ സാധിക്കും. കണ്ണൻദേവൻ ടീ മ്യൂസിയം, ടാറ്റ ടീ മ്യൂസിയം സന്ദർശിക്കുന്നത് മൂന്നാറിന്റെ തേയില ചരിത്രത്തെക്കുറിച്ചും ഉൽപ്പാദനത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകും. 7. അട്ടുകാട് വെള്ളച്ചാട്ടം, അറ്റുകാട് വാട്ടർഫോൾസ്. മൂന്നാർ അടിമാലി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം പച്ചപ്പ് നിറഞ്ഞ കാടുകൾക്കും കുന്നുകൾക്കുമിടയിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. മഴക്കാലത്ത് വെള്ളച്ചാട്ടം കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ കാഴ്ച കൂടുതൽ ആകർഷകമാകും. 8. മീസപ്പുലിമല. സാഹസികരായ സഞ്ചാരികൾക്ക് പറ്റിയ ഒരിടമാണിത്. ട്രെക്കിങ്ങിന് ഏറെ പ്രാധാന്യമുള്ള ഈ പ്രദേശം തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ്. മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. 9. ചിന്നാർ വന്യജീവി സങ്കേതം, ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. മൂന്നാറിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെ മറയൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ വന്യജീവി സങ്കേതം വിവിധതരം സസ്യജന്തുജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും ആവാസകേന്ദ്രമാണ്. വംശനാശഭീഷണി നേരിടുന്ന നക്ഷത്ര ആമകളെയും ഇവിടെ കാണാം. ട്രെക്കിങ്ങിനും പ്രകൃതി നിരീക്ഷണത്തിനും പറ്റിയ ഒരിടമാണിത്. 10. മറയൂർ ചന്ദനക്കാടുകൾ, മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റ്സ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിനടുത്താണ് മറയൂർ. ഇവിടെയുള്ള സ്വാഭാവിക ചന്ദനക്കാടുകൾ ഒരു പ്രത്യേകതയാണ്. മറയൂരിലെ ശർക്കരയും പ്രസിദ്ധമാണ്. 11. റോസ് ഗാർഡൻ വിവിധതരം പൂക്കൾ, പ്രത്യേകിച്ച് റോസാപ്പൂക്കൾ വളർത്തുന്ന മനോഹരമായ ഒരു പൂന്തോട്ടമാണിത്. നിറയെ പൂക്കളുള്ള ഈ പൂന്തോട്ടം കാഴ്ചയിൽ അതിമനോഹരമാണ്. 12. വാളറ വെള്ളച്ചാട്ടം, വാലറ വാട്ടർഫോൾസ്. കൊച്ചി മധുര ദേശീയപാതയിൽ അടിമാലിക്കും മൂന്നാറിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന വാളറ വെള്ളച്ചാട്ടം ഒരു പ്രകൃതിദത്തമായ കാഴ്ചയാണ്. കുന്നുകൾക്ക് നടുവിലൂടെ ഒഴുകിവരുന്ന ഈ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് മൂന്നാർ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ സമയത്ത് കാലാവസ്ഥ തണുപ്പും പ്രസന്നവുമായിരിക്കും. ഡിസംബർ-ജനുവരി മാസങ്ങളിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസിനോടടുത്ത് എത്താൻ സാധ്യതയുണ്ട്. മഴക്കാലത്തും ജൂലൈ-സെപ്റ്റംബർ മൂന്നാർ മനോഹരമാണെങ്കിലും കനത്ത മഴ മണ്ണിടിച്ചിലിന് കാരണമാകാം. വേനൽക്കാലത്തും
മാർച്ച് ജൂൺ മൂന്നാർ സന്ദർശിക്കാം. ഈ സമയത്തും വൈകുന്നേരങ്ങൾ പ്രസന്നമായിരിക്കും. മൂന്നാറിലെ വന്യജീവി സാന്നിധ്യം കാരണം ചിലയിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ സന്ദർശകർക്ക് നിയന്ത്രണങ്ങളുണ്ടാവാറുണ്ട്. ബോട്ടിംഗ് പോലുള്ള പല വിനോദങ്ങളും 4:30 അവസാനിക്കാറുണ്ട്. യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.